കൂട്ടുകാരെ, നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയല്ലോ. അപ്പം ഞാൻ കുറച്ച് പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞാണ് ഇത് നല്ലപോലെ. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി. നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ അതിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. പിന്നെ ചില ആൾക്കാർ ഇതിൽ ഉള്ളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴും ഉള്ളി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ചെറിയ ഒരു ഉള്ളി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഇഞ്ചി വാടിക്കഴിയുമ്പോൾ ചേർത്ത്, പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. എനിക്ക് എരിവുള്ള ഇഞ്ചിക്കറിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് വേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കണം. ഇഞ്ചിയുടെ പച്ചച്ചുവ മാറി കിട്ടണം, അതിന് വേണ്ടിയാണ്. നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ബാക്കി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇതിനകത്ത് ഞാൻ അളവൊന്നും കറക്റ്റായിട്ട് അങ്ങനെ പറയുന്നില്ല. എൻ്റെ ഒരു കൈയിൻ്റെ അളവാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ചേ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് അതിനകത്ത് കല്ലും വേസ്റ്റ് ഒന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത പുളിവെള്ളം അതിനകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ വേവിച്ച് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം നല്ലപോലെ തിളയ്ക്കണം. ശരിക്കും ഇഞ്ചിക്കറി നമ്മൾ ആ വെള്ളം മുഴുവൻ വറ്റിപ്പോണം. പിന്നെ ഇച്ചിരി ഉപ്പിൻ്റെ രസം കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി വെട്ടി നല്ലപോലെ തിളച്ച് പറ്റണം. ആ വെള്ളം പറ്റി പോകുമ്പോഴാണ് ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നുള്ളൂ. വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി പോകും. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട്. കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. സ്വല്പം കുറച്ച് സമയം കൂടി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ പറ്റട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് മെയിനായിട്ട് ശർക്കര വേണം. ശർക്കര ഇതുപോലെ നല്ല വൃത്തിയുള്ള ശർക്കര ഉപയോഗിക്കുക, കല്ലും മണ്ണും ഇല്ലാത്തത്. അത് നല്ലപോലെ ഇളക്കി ഇതിനകത്ത് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമയം മുഴുവൻ പോയി എണ്ണ തെളിഞ്ഞു വരണവരെയും ഇനി നമുക്കിത് പറ്റിക്കേണ്ടതാണ്. അപ്പോൾ ഇഞ്ചിക്കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരുന്നെന്നും വിചാരിക്കുന്നു. ഞങ്ങളും നല്ല അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇതിനകത്ത് കടുക് വറുത്ത് ആദ്യം ഇട്ടിട്ടില്ലായിരുന്നതുകൊണ്ട് എണ്ണയിൽ തന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ട്. എള്ളും വേപ്പിലയും ചേർക്കുന്നുണ്ട്. എള്ള് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറിയിലെ വെള്ളമൊക്കെ പോയി നല്ല എണ്ണമയം, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.